ഇന്നും പോലീസ് സ്റ്റേഷനിൽ പോയി അന്വേഷിച്ചു. അവരിപ്പോഴും ഒന്നും പറയുന്നില്ല. എഴുത്തെഴുതി വെച്ച് തീർത്ഥയാത്രയ്ക്ക് പോയ ഒരാളെ എന്തിനാ അന്വേഷിക്കുന്നെന്നൊക്കെ ഒരു പോലീസുകാരൻ ചോദിച്ചത്. അയാൾക്കെന്താ, നമ്മുടെ വേദന നമുക്കല്ലേ അറിയൂ. അമ്മയുടെ മാനസിക നില ശരിയല്ലെന്ന് അവർക്ക് മനസ്സിലായില്ലേ? അതിനുണ്ടായി ഒരു 100 ചോദ്യങ്ങൾ. മാനസിക നില തെറ്റിയെന്ന് പറയുന്ന ഒരാള് ഇത്ര കൃത്യമായ ഒരു കത്തെഴുതി എങ്ങനെ വയ്ക്കുമെന്ന അവര് ചോദിക്കുന്നത്. നമ്മൾ നമ്മുടെ സങ്കടം പറയാൻ ചെല്ലുമ്പോ കുറ്റവാളിയെ ചോദ്യം ചെയ്യുന്ന പോലെ അവരുടെ ചോദ്യങ്ങൾ. എന്തൊരു കഷ്ടാണ്. നമ്മളെ തോൽപ്പിക്കാനുള്ള ആവേശത്തിൽ ഇറങ്ങിപ്പോയതാണെങ്കിലും ഈ യാത്രയില് അമ്മയ്ക്ക് സ്വസ്ഥതയുണ്ടാവുന്ന തോന്നുന്നുണ്ടോ? മനസ്സുഖം ഇല്ലാത്ത ഒരാളെ ആര് സഹായിക്കാനാ? ദേവേട്ടൻ കുറച്ചെങ്കിലും കഴിക്ക്. വേണ്ട യശോദേ. എത്ര നേരായി. എന്തെങ്കിലും വന്ന് തളർന്നു വീണുപോയാ അമ്മയെ തിരക്കാൻ പോലും നമുക്ക് പറ്റാതാവില്ലേ? അന്വേഷിച്ചലേയാവും പാവം. കുട്ടിക്കാലം മുതലുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വരിക. അമ്മയുടെ കൂടെ നടന്നതും അമ്മ എല്ലായിടവും കൊണ്ടുപോയി കാണിച്ചതും അമ്മ കുളിപ്പിക്കുന്നതും നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്നതും എല്ലാം. അങ്ങനെ അങ്ങനെ ഓർമ്മകൾക്ക് പ്രായം ഒരു പ്രശ്നമല്ലല്ലോ. ജീവിതത്തിൽ ഇന്നേ വരെ തെറ്റായ ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല. ആരെയും വേദനിപ്പിക്കണമെന്ന് മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷെ കൂലി കിട്ടുന്നത് ഇതൊക്കെ തന്നെയാ. സമാധാനിക്ക്. എന്തെങ്കിലും ഒരു ശുഭവാർത്ത നമ്മളെ തേടി വരും. മോളെ, ദാ ഈ കഞ്ഞി കുടിക്ക്. വേണ്ട മുത്തശ്ശി, ഞാൻ തനിയെ കഴിച്ചോളാം. എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല, അത് മുത്തശ്ശിക്ക് അറിയാം. പക്ഷേ 10 ജന്മം വാരിത്തന്നാലും തീരാത്ത ഒരു കടമുണ്ട്. ജീവിച്ചിരിക്കുന്ന നിന്റെ പേരില് നിന്റെ അച്ഛൻ ബലിച്ചോറ് ഉരുട്ടിയും പേരും നാളും വിളിച്ച് ആത്മാവിന് ശാന്തി വേണമെന്നും പറഞ്ഞ് കാക്കകളെ കൊണ്ട് തീറ്റിപ്പിച്ചു. ഒരു നിവൃത്തിയില്ലാതെ മുത്തശ്ശിക്കത് നോക്കി നിൽക്കേണ്ടി വന്നു മോളെ. ആ കട എന്ന് തീരുവടി? എത്ര കാലം ഉരുട്ടിയാ തീരും? എന്റെ മോളോടുള്ള പ്രായശ്ചിത്തത്തിന് മോളിത് കഴിക്കും. കഴിച്ചു. അച്ഛനും അമ്മയും പറ്റുന്ന വിധത്തിലൊക്കെ മുത്തശ്ശി തരുന്നുണ്ടാവുമല്ലേ? ഒന്നും ഉണ്ടാവില്ല. തീർത്ഥാടനത്തിന് ഞാൻ പോവാണെന്ന് എഴുതി വെച്ച എഴുത്ത് ഇപ്പൊ തന്നെ അവരുടെ കയ്യിൽ കിട്ടിക്കാണും. ശല്യം ഒഴിഞ്ഞല്ലോ എന്ന് കരുതുന്നുണ്ടാവും. അല്ലെങ്കിൽ എന്താ, പ്രിയങ്ക മോള് ജീവിച്ചിരിക്കുന്നുണ്ട്, അവളെ കണ്ടെത്തണോന്ന് പറഞ്ഞ് ഞാൻ ബഹളം വെച്ചോണ്ടിരിക്കായിരുന്നില്ലേ? ഒരു കാര്യം എനിക്ക് മനസ്സിലായി മോളെ, നിന്റെ അച്ഛനും അമ്മയ്ക്കും നിന്നോട് ഒരു സ്നേഹവും ഇല്ല. അവര് സ്നേഹിച്ചിട്ടുള്ളതേ രാധികയെ മാത്രമാണ്. അല്ലായിരുന്നെങ്കിൽ നിന്റെ ചിതയുടെ ചൂടാറുന്നതിന് മുമ്പ് അവളുടെ കല്യാണം നടത്തി കൊടുക്കോ? അതും അത്രയും നാളും നിന്റെ ഭർത്താവായി ജീവിച്ചവന്റെ ഒപ്പം. അതിന് നിന്റെ അച്ഛനെ ആരും തടഞ്ഞില്ലല്ലോ. ആദർശം വിട്ട് ജീവിക്കുന്നവനല്ല ദേവനാരായണൻ തിരുമേനിയെന്ന് നാഴികയ്ക്ക് 40 വട്ടം പറയുന്നവർക്കൊക്കെ അവർക്ക് അതിന് മടിയൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. മുത്തശ്ശി, ആ ആളുകൾ പറയുന്നത് സത്യ മോളെ. ഒരാള് കൺമുമ്പിൽ ഇല്ലാതാവുമ്പോ അയാളെക്കുറിച്ചുള്ള മറ്റുള്ളവരെ ചിന്ത അറിയാൻ പറ്റും. നിന്നെ പ്രസവിച്ചവളുടെ കണ്ണിൽ നിന്നൊന്നും ആത്മാർത്ഥമായിട്ട് ഒരു തുള്ളി കണ്ണീര് വരുന്നത് പോലും ഞാൻ കണ്ടില്ല. അതിനുള്ളത് അനുഭവിച്ച് തീർക്കാതെ അവരാരും ഈ ഭൂമി വിട്ടു പോവില്ല മോളെ. നാളെ രാവിലെ കോടതി പോവാനുള്ളതാ. നാളെ മുതൽ കുറെ ആളുകളുടെ ഉറക്കം നഷ്ടപ്പെടും, അത് ഉറപ്പാ മോളെ.
ഞാൻ തിരിച്ചെത്തിയത് ഇഷ്ടപ്പെടാതെ വീണ്ടും എന്നെ കൊല്ലാൻ പോവുമായിരിക്കും അല്ലേ മുത്തശ്ശി? അതിന് ധൈര്യമുള്ളവർ അത് ചെയ്യട്ടെ മോളെ. സുകുമാരിയുടെ തനി സ്വഭാവം എന്തെന്ന് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും. ആ പിന്നെ നാളെ കോടതിയിൽ പറയാനുള്ളതൊക്കെ മോള് പറയണം കേട്ടോ. അതെ മുത്തശ്ശി, നാളെ ഞാൻ കോടതിയിലെത്തുമ്പോ ഞാൻ ജീവിച്ചിരിക്കുന്നുള്ള കാര്യം എല്ലാവരും അറിയും. ഉം. രാധിക അവളും വരുണും കൂടി വിവാഹം കഴിക്കാതെ തന്നെ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് അവൾ എന്റെ അടുത്ത് വരും. എന്തിനാന്നറിയോ? വരുണിനോട് നല്ല രീതിയിൽ പെരുമാറാൻ, വരുണിനെ സ്നേഹിക്കാൻ, അങ്ങനെയൊക്കെ എനിക്ക് പറഞ്ഞു തരാൻ. ഉം. പക്ഷെ അതൊക്കെ എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. ഞാൻ വരുണിനോട് അടുക്കാൻ തുടങ്ങുന്ന ഓരോ നിമിഷവും വരുൺ എന്നെ വെറുക്കും. ആ വെറുപ്പിലൂടെ വേണമായിരുന്നു അവൾക്ക് വരുണിനെ സ്വന്തമാക്കാൻ. അച്ഛനും അമ്മയും അവക്കൊരു ജീവിതം കൊടുത്തതല്ലേ. ഇത്രയും നാളും നമ്മുടെ വീട്ടിൽ നിന്നും വളർന്നവളല്ലേ. എന്നിട്ട് അവൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ എടീ, ഒന്നും കാണാതെ അല്ല പണ്ട് മുതലേ അവളെ എതിർത്തോണ്ടിരുന്നത്. അവളെ പോലെ ഒരെണ്ണം മതി ഒരു കുടുംബം തകർന്നില്ലാതാകാൻ. ആ, നാളെ തീരുവല്ലോ എല്ലാം.